ഈ കോവളത്ത് ക്രാഫ്റ്റ് വില്ലേജിൽ ഒന്ന് പോകണമെന്ന് അല്ലേ? നമ്മുടെ അല്ലമീനാണോ അവിടെ? അല്ലമീൻ അവിടെ DJ പാർട്ടിയാ. അല്ലമീൻ ചേരുന്നു. അല്ലമീൻ, എന്താണ് ക്രാഫ്റ്റ് വില്ലേജിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്? ഹാഷ്മി വിജയകുമാർ, ക്രാഫ്റ്റ് വില്ലേജിൽ ആഘോഷങ്ങൾ പൊടിപൊടിക്കുകയാണ്. DJ ഒക്കെ ആയിട്ട് അടിച്ച് പൊളിച്ച് തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ക്രാഫ്റ്റ് വില്ലേജിൽ കാണാനാകുന്നത്. പ്രൈവറ്റ് ആയിട്ട് നടത്തുന്ന പരിപാടിയാണ്. നിരവധി ആളുകൾ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് വന്ന് അടിച്ചു പൊളിക്കുന്ന ഒരു കാഴ്ചയാണ്. നിറച്ചാർത്തുകളോടുകൂടി 2023 യാത്രയാക്കി 2024 വരവേൽക്കാനുള്ള ഒരു കാഴ്ച. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ആഘോഷത്തിമിർപ്പിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കോവളത്ത് വെള്ളാർ ക്രാഫ്റ്റ് വില്ലേജിൽ കാണാനാകുന്നത്. സാധാരണ കോവളം ബീച്ചിലൊക്കെയാണ് വലിയ ആഘോഷങ്ങളുള്ളത്. ഇന്നിപ്പോൾ ബീച്ചിൽ ഇതുവരെയും വലിയൊരു ഓണത്തിലേക്ക് വന്നിട്ടില്ല. പക്ഷേ ഇത്തരത്തിൽ ചില പോക്കറ്റുകൾ കേന്ദ്രീകരിച്ചുള്ള വലിയ ആഘോഷവും ഡാൻസും പരിപാടിയും ഒക്കെയാണ് കോവളത്ത് നടക്കുന്നത്. അടിച്ചു പൊളിക്കുകയാണോ ന്യൂ ഇയർ? വളരെ നല്ല പരിപാടിയാണ്. സൂപ്പർ. സുഹൃത്തുക്കളായിട്ട് എത്തിയാണോ? സുഹൃത്തുക്കളൊക്കെ ആയിട്ട് വന്നതാണോ? അതെ, നമ്മുടെ സുഹൃത്തുക്കളായിട്ട് എല്ലാവരും വന്നതാണ്. എങ്ങനെയുണ്ട് പരിപാടി? കൊള്ളാം. ഹാപ്പി ന്യൂ ഇയർ ചേട്ടാ, എങ്ങനെയുണ്ട് പരിപാടി? എങ്ങനെയുണ്ട്? അങ്ങനെ ഹാപ്പി ന്യൂ ഇയർ അങ്ങനെ അടിച്ച് പൊളിക്കാണ്. മോളെ, എങ്ങനെയുണ്ട് പരിപാടിയൊക്കെ? ഒരു പാട്ട് പാടിയല്ലോ ന്യൂ ഇയർ ആയിട്ട്? പാട്ടറിയോ? പാട്ട് ഓക്കെ, അടിപൊളി. ഡാൻസ് കളിച്ചോ? ഹാഷ്മി, അങ്ങനെ വലിയ ലൈറ്റുകൾ, അതുപോലെ തന്നെ പാട്ടുകൾ, ബഹളം, അങ്ങനെ എല്ലാവരും ആടി തിമിർത്ത് ആഘോഷിച്ചുകൊണ്ട് 2023 യാത്രയാക്കുന്നു. 2024 വരവേൽക്കുന്നു. തിരുവനന്തപുരത്ത് ഏതാണ്ട് 50-ലധികം കേന്ദ്രങ്ങളിലാണ് ഇതുപോലെ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. പലയിടത്തും ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. പുലരുവോളം ഇനി ഈ ആഘോഷ പരിപാടി തന്നെ ആയിരിക്കും പലയിടത്തും ഉണ്ടാവുക. ഇവിടുത്തെ ആഘോഷം അല്ലമീൻ, എനിക്ക് തോന്നുന്നത് രേഖ എം പറയുന്നു 24 always brings variety എന്ന് പറയുന്നു.